ആകാശ ദുരന്തത്തിന് സാക്ഷിയായ അമേരിക്കയിൽ വിമാനം ഒരു സൈനിക ഹെലികോപ്റ്ററുമായി ആകാശത്ത് കൂട്ടിയിടിച്ചു. PSA എയർലൈൻസിന്റെ ബോംബാർഡിയർ CRJ-700 റീജിയണൽ ജെറ്റ് ലൈനറാണ് ഇടിച്ചത്. സിക്കോർസ്കി H-60 ഹെലികോപ്റ്ററുമായാണ് കൂട്ടിയിടിച്ചത്. റൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിന് സമീപമായിരുന്നു സംഭവം. വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരും ഉണ്ടായിരുന്നു. സംഭവത്തെക്കുറിച്ച് ദേശീയ ഗതാഗത സുരക്ഷാ ബോർഡായിരിക്കും അന്വേഷിക്കുക. മനു ഭരത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഏത് തരത്തിലുള്ള നാശനഷ്ടം, ജീവഹാനി, ഇത് സംബന്ധിച്ച് പ്രാഥമിക വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തു വരുന്നത് മനു? അവരുടെ വലിയ ആശങ്കയ്ക്കാണ് ഇത് വഴിവെക്കുന്നത്. കാരണം 64 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതുവരെ ആരെയെങ്കിലും രക്ഷപ്പെടുത്തിയതായുള്ള വിവരം പുറത്തു വന്നിട്ടില്ല എന്നതാണ് ആശങ്കയ്ക്ക് വഴിവെക്കുന്നത്. ഏതായാലും അമേരിക്കൻ ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററാണ് റീഗൻ നാഷണൽ എയർപോർട്ടിന് പുറത്തു വെച്ച് ഈ യാത്രാ വിമാനവുമായി കൂട്ടി ഇടിച്ചിട്ടുള്ളത്. ഈ അമേരിക്കൻ എയർലൈൻസിൻ്റെ 5342 എന്ന ഫ്ലൈറ്റാണ്. 60 പാസഞ്ചർ യാത്രക്കാരും 4 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ ഉള്ള വിമാനം കൻസാസിൽ നിന്നാണ് പുറപ്പെട്ടത്. അത് പിന്നീടാണ് റീഗൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നതിനിടയിൽ ഈ അപകടത്തിൽ പെടുന്നത്. ഏതായാലും റീഗൻ നാഷണൽ എയർപോർട്ടിലെ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നു. അവിടെ നിന്ന് മറ്റ് പുതിയ വിമാന സർവീസുകൾ വെള്ളിയാഴ്ച വരെ ഉണ്ടാകില്ല എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും തൊട്ടടുത്തുള്ള വെർജീനിയയിൽ നിന്ന് ഉള്ള ഗവർണർ നേരിട്ട് ഈ വിഷയങ്ങളിൽ ഇടപെട്ട് പരിശോധനകൾ നടത്തുന്നു. യങ്കിൻ വെർജീനിയൻ ഗവർണർ ഈ വിഷയത്തിൽ നേരിട്ട് പരിശോധനകൾ നടത്തുന്നു. ഒപ്പം കൻസാസ് ഗവർണർ കെല്ലിയും വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് പരിശോധന നടത്തുന്നു. പക്ഷേ ആരെയും ഇതുവരെ ഈ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. മരണസംഖ്യ ഉയർന്നേക്കുമോ എന്ന കനത്ത ആശങ്കയുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗിക വിശദീകരണം ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായും ഈ വിമാനത്തിന് എങ്ങനെയാണ് ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചതെന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണവും വൈകാതെ തന്നെ ആരംഭിക്കുമെന്നാണ് അവിടെ നിന്നുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പൊട്ടമാക് നദിക്ക് കുറുകെ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നദിയിൽ ആരെങ്കിലും അകപ്പെട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ആണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷെ ആരെയും നദിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. മനു, ഈ രാത്രി ആയതുകൊണ്ട് കൂടി ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടാനുള്ള ഒരു സാഹചര്യം, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന വെല്ലുവിളികൾ, അതൊക്കെ അവിടെ ഫേസ് ചെയ്യപ്പെടുന്നുണ്ടോ? അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് ഈ കൻസസിൻ്റെയും വെർജീനിയയുടെയും ഗവർണർമാർ രംഗത്ത് എത്തിയിട്ടുള്ളത്. പക്ഷേ ഈ വിമാനം തകർന്നതിന് ശേഷം ഇതിൽ നിന്ന് വീണിട്ടുള്ള ആളുകൾ നദിയിൽ എവിടെയുണ്ട് എന്നത് ഒരുപക്ഷെ കണ്ടെത്തുക അത്ര എളുപ്പ ആയിരിക്കില്ല. പക്ഷേ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഒക്കെ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അത് വലിയ പരിശോധനകൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഇത്തരം അപകടങ്ങൾ രാത്രി ഉണ്ടാകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ചില പരിമിതികൾ ഇവിടെയും ഉണ്ട്. പക്ഷേ അത് അതിജീവിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പരിശോധനകൾ ഇപ്പോഴും ശക്തമായി തന്നെ നടക്കുന്നു. ഇതിൻ്റെ രാത്രിയായതുകൊണ്ടും ഒപ്പം ഇതുവരെ ആരെയും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ഒരു സാഹചര്യവും കൂടി പരിഗണിക്കുമ്പോൾ വലിയ ആശങ്കയ്ക്ക് ഇത് വഴിവെക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. മനു, അതോടൊപ്പം തന്നെ ഇത്രയും യാത്രക്കാരുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും ഇവരുടെ ബന്ധുജനങ്ങളോ ഇത് ആരൊക്കെയാണ് എന്ന് കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം, അത്തരം എൻക്വയറികളൊക്കെ വന്നിട്ടുണ്ടോ ഈ സമയത്തിനുള്ളിൽ? ഇതിനുവേണ്ടി അമേരിക്കയിൽ 2 പ്രത്യേക ടോൾ നമ്പറുകൾ എൻക്വയറിക്ക് വേണ്ടിയൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് അവിടെ നിന്നുള്ള എയർപോർട്ട് അതോറിറ്റിയൊക്കെ പറയുന്നത്. കാനഡയിൽ നിന്നുള്ള ആളുകൾ കൂടി ഇതിൽ ഉണ്ടാകുന്നതുകൊണ്ട് കാനഡയിൽ ഉള്ള ആളുകൾക്ക് അതിന് ഈ വിമാനത്താവള അധികൃതരുമായി ബന്ധപ്പെടാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ വിമാനത്തിൽ അകത്തുണ്ടായിരുന്ന യാത്രക്കാരുടെ ബന്ധുക്കളുമായൊക്കെ ഉള്ള ആശയവിനിമയം നടക്കുന്നു എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ എയർലൈൻസ് CEO ആയ റോബർട്ട് ഇസോം ഉടനെ വാഷിംഗ്ടണിലെത്തി ഇതിന് അടിയന്തരമായ നീക്കങ്ങൾ നടത്തും എന്ന് പറയുന്നു. ഒരു പ്രത്യേക സംഘത്തെ തന്നെ ഇതിനായി രക്ഷാപ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ 1800-679-8215 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകൾ എയർലൈൻസും പുറത്ത് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്രട്ടറി സീൻ ഡഫി ഈ വിഷയം ഗൗരവമായി എടുത്ത് അങ്ങോട്ടേക്ക് തിരിക്കുകയും ഒപ്പം അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നടത്തുകയും ചെയ്യുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡ് ഒക്കെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ രംഗത്തുണ്ട്.
ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ രംഗത്തുണ്ട്. ഏതായാലും വാഷിംഗ്ടൺ DC-യുടെ മേയർ ബ്രൗസർ, അതുപോലെ വെർജീനിയയുടെ ഗവർണർ യങ്കിൻ, കൻസസ് ഗവർണർ കെല്ലി എല്ലാവരും രക്ഷാപ്രവർത്തന രംഗത്ത് മുന്നിൽ തന്നെ ഉണ്ട് എന്നതൊരു ആശ്വാസം പകരുന്നു. പക്ഷേ ആരെയും ഇതുവരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നത് നിരാശ പടർത്തുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ച വരെ ഏതായാലും വിമാനത്താവളത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. എല്ലാവിധ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും അവിടെ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ സൈനിക വിമാനത്തിൽ 3 സൈനികരുണ്ടായിരുന്നു. ഇവർ പരിശീലന പറക്കലിൻ്റെ ഭാഗമായാണ് ആകാശത്ത് ഉണ്ടായിരുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. അതായത് മെട്രോപൊളിറ്റൻ വാഷിംഗ്ടൺ എയർപോർട്ട് അതോറിറ്റി ഇത് സംബന്ധിച്ചൊരു വിശദീകരണം നൽകിയിരിക്കുന്നത് അവിടുത്തെ പ്രാദേശിക സമയം 9 മണി രാത്രിക്കാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. ഒരു എമർജൻസി പേഴ്സണൽ അറ്റ് റീഗൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഒരു പാസഞ്ചർ എയർക്രാഫ്റ്റാണ് ഈ കൂട്ടിയിടിച്ചത് എന്ന് മെട്രോപൊളിറ്റൻ വാഷിംഗ്ടൺ എയർപോർട്ട് അതോറിറ്റിയുടെ പ്രസ്താവന പറയുന്നു. അമേരിക്കൻ ഈഗിൾ ഫ്ലൈറ്റ് 5342 ആണ് അപകടത്തിൽപ്പെട്ടത്. സിക്കോർസ്കി ഹെലികോപ്റ്റർ മായാണ് ഇത് കൂട്ടി ഇടിച്ചത്. തുടർന്ന് തൊട്ടടുത്തുള്ള തദ്ദേശ സ്ഥാപന കേന്ദ്രങ്ങളിൽ നിന്നും ഒപ്പം മറ്റ് സംവിധാനങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ഏതായാലും വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. എയർ ട്രാഫിക് ഓഡിയോ ഒക്കെ ഇതിൻ്റെ അല്പം മുമ്പ് ഈ അപകടം നടക്കുന്നതിന് അല്പം മുമ്പ് തന്നെ നിലച്ചിരുന്നു എന്ന് പറയുന്നു. കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിൻ ഈ PSA എയർലൈൻസാണ് ഈ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അത് CRJ ഇൻസൈറ്റ് ഉണ്ടോ എന്ന് അവസാനമായി ഈ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് പുറകിലേക്ക് പോയി. അങ്ങനെയുള്ള ഒരു ഓഡിയോ ടേപ്പിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം ഈ വിമാനത്തിലെ ഉദ്യോഗസ്ഥരും എയർ ട്രാഫിക് കൺട്രോളിലും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ഓഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു അപകടത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ പ്രഥമ സൂചനകൾ അപ്പോൾ കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രണാതീതമായി പോയിട്ടുണ്ട്. പോട്ടമാക് റിവറിന് അല്ലെങ്കിൽ നദിക്ക് കുറുകെയാണ് ഈ അപകടം സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നു. സ്വാഭാവികമായും നദിയിൽ ആരെങ്കിലും വീണിട്ടുണ്ടോ എന്ന സംശയങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്നു. നദിയിൽ വീണവരെ രക്ഷപ്പെടുത്താൻ എങ്ങനെ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും വളരെ സജീവമായി തന്നെ നടക്കുന്നു. നമ്മുടെ നേരത്തെ ഇവിടെ ഇതുപോലെ സമാനമായ വിമാന അപകടങ്ങൾ ഇവിടെ നടന്നത് ഒരു 10 വർഷങ്ങൾക്ക് മുന്നെയാണ്. ജനുവരി 6, 2013 അവിടെ ഒരു ഏഷ്യാന ഫ്ലൈറ്റ് 187 യാത്രക്കാരുമായി ഒരു വലിയ ക്ലാഷ് ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. അതുപോലെ 2009 കോൾഗൻ എയർ ഫ്ലൈറ്റും ഇതുപോലെ ന്യൂയോർക്കിൽ വെച്ച് 50 പേര് മരിക്കുന്ന തരത്തിലൊരു വലിയ അപകടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മകൾക്ക് ഇവിടുത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങളുടെ ചില അനുഭവങ്ങൾ കൂടി അവിടുത്തെ ഏവിയേഷൻ വകുപ്പിനുണ്ട്. സ്വാഭാവികമായും ഇനി ഈ അപകടത്തിൽ ആ മരണനിരക്ക് അങ്ങനെ ഉയരില്ല എന്ന ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ. പക്ഷേ ആശങ്ക ശക്തമായി തന്നെ തുടരുകയാണ്. US ഹൗസ് ട്രാൻസ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയൊക്കെ ഇത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നു. ഈ വിഷയങ്ങൾ നിരന്തരമായി ഇതിൽ രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചും തുടർ നടപടികളെ സംബന്ധിച്ചും പരിശോധന നടത്തുന്നതെന്നാണ് നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡിൻ്റെ ചെയർമാൻ സാം ഗാബിസും ഒക്കെ വ്യക്തമാക്കുന്നത്. അത് മാത്രമല്ല ഏവിയേഷൻ സബ് കമ്മിറ്റികളും ഇതിൻ്റെ പരിശോധന രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് മിഡ് എയറിലാണ് ഈ കൊലീഷൻ നടന്നിരിക്കുന്നത്. അത് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ വലിയ സംശയം നിലനിൽക്കുകയും ചെയ്യുന്നു. റൈറ്റ്, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്. ലാൻഡിങ്ങിനിടെ യാത്രാ വിമാനം സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായിരിക്കുന്നത്. US സമയം രാത്രി 9:30 റൊണാൾഡ് റീഗൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിന് ശ്രമിക്കുന്നതിനിടെയാണ് വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത്. 65 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇടിച്ച വിമാനം സമീപത്തെ നദിയിലേക്ക് വീണു എന്നുള്ള പ്രാഥമിക നിഗമനത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. റൺവേയിൽ വിമാനം ഇറങ്ങിയതിന്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. അമേരിക്കൻ എയർലൈൻസിന്റെ CRJ 700 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം പോട്ടോമാക് നദിയിലേക്ക് വീണിരിക്കുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്.